റോഡിലാണോ കുളി? റോഡിലാണോ വഞ്ചി ഇറക്കുന്നത്? റോഡിലാണോ പോത്തിനെ കുളിപ്പിക്കുന്നത് എന്നൊക്കെ ഇത് കണ്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നേരിട്ട് അധികാരികളെ ബോധിപ്പിച്ചാൽ പോരെ, പരിഹാരമുണ്ടാവില്ലേ എന്നും തോന്നിയേക്കാം. എന്നാൽ അങ്ങനെയല്ല ഇവിടെ കാര്യങ്ങൾ. നാട്ടിക ഫിർക്ക കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി കയ്പമംഗലത്തെ ചളിങ്ങാടുള്ള ഈ റോഡ് പൊളിച്ചിട്ട് വർഷം ഒന്നാവാറായി. ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡ് ജനജീവിതം എല്ലാം കൊണ്ടും ദുസ്സഹമാക്കിയ ഈ ചെയ്തി കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും യാത്രാക്ലേശവും നാട്ടുകാർ അനുഭവിക്കാൻ തുടങ്ങിയിട്ടും അത്ര തന്നെയായി. പൊടി കാരണം കടകൾ അടക്കേണ്ടി വന്നു. പൊടി കാരണം ആരോഗ്യ പ്രശ്നം വന്നു. റോഡിലെ ചളിക്കുഴിയിൽ വീണ് അപകടം പറ്റിയവർ വേറെ. താൽക്കാലിക പരിഹാരമെന്നോണം റീസ്റ്റോറേഷൻ നടന്നെങ്കിലും റോഡിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഇതുപോലെ തന്നെ കിടക്കുകയാണ്. നിരവധി നിവേദനങ്ങൾ നാട്ടുകാർ നൽകി. ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി. സർക്കാർ സംവിധാനങ്ങളിലെ പല പല തട്ടിലേക്ക് പരാതിക്കാരെ തട്ടുക എന്നല്ലാതെ പരിഹാരമൊന്നും ഉണ്ടായില്ല. സർക്കാർ സംവിധാനങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ കരാറുകാരൻ കാരണമാണ് എന്നും കരാറുകാരൻ തിരിച്ചുമാണ് പഴിചാരുന്നത്. ഹർത്താലുകൾ നടത്തി. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. അധികൃതർ കനിയുന്നില്ല. നാട്ടുകാർക്ക് വേണ്ട ആവശ്യങ്ങൾ നടപ്പിലാവുന്നില്ല. ഇതിനൊരു കൃത്യമായ പരിഹാരം വേണ്ടേ? ചളിങ്ങാടുള്ള നാട്ടുകാരോടൊപ്പം ക്ലിക്കും അണിചേർത്തിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പരാതികൾ ഈ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമുണ്ട്. ക്ലിക്ക് വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ പരാതി രേഖപ്പെടുത്തൂ. നമുക്കിത് ഒരുമിച്ച് സോൾവ് ചെയ്യാം.